ഇപ്പൊ സർവീസിലുള്ള മുഴുവൻ ആളുകൾക്കും കേട്ടറ്റ് പരിധിയിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുക്കണം എന്നാണ്. സംസ്ഥാന ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് അധ്യാപകരോട് ഒരു ദയവും കാണിക്കാൻ തയ്യാറായിട്ടില്ല. യാതൊരു പ്രത്യയശാസ്ത്രത്തിന്റെയോ നിലപാടിന്റെയോ ഒന്നും പ്രശ്നമില്ലാതെ കുറച്ച് പൈസ കിട്ടാനുണ്ട്, അതുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സർവീസിലുള്ളവരെ സംരക്ഷിക്കാൻ KPSTA ചെയ്യാവുന്നതൊക്കെ ചെയ്യും എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കും. കേട്ടറ്റ് വിധിക്കെതിരായിക്കൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. എന്നാൽ പോലും ഈ ഒരു വിഷയത്തിലുള്ള അധ്യാപകരുടെ ആശങ്കകൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി അരവിന്ദ മാഷാണ്. മാഷേ, ഇപ്പോൾ അധ്യാപകർക്ക് വലിയ ആശങ്കകളുണ്ട് ഈ ഒരു കാര്യത്തിൽ. സർക്കാർ ഇനിയും അധ്യാപകരുടെ ആശങ്കകൾ കൃത്യമായി പരിഹരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു സുപ്രീം കോടതി ഏതാണ്ട് വന്നിട്ടുള്ളത് സെപ്റ്റംബർ 13-ാം തീയതി. അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ റിവ്യൂ പെറ്റീഷൻ നൽകും എന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയും, പക്ഷേ റിവ്യൂ പെറ്റീഷന് ആ സമയങ്ങളിൽ പോകാതെ ഈ അധ്യാപകരെ സുപ്രീം കോടതി നൽകിയിട്ടുള്ള 2 വർഷത്തെ ആനുകൂല്യങ്ങൾ പോലും പരിഗണിക്കാതെ അവർക്കുള്ള പ്രൊമോഷനുകളും മറ്റാനുകൂല്യങ്ങളും ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻസും ഒക്കെ കേട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ തടയാനാണ് കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് ഇറക്കിയ ഉത്തരവ് വരെ ആ രീതിയിലുള്ളതായി. KPSTA ശക്തമായ പോരാട്ടങ്ങളാണ് ആ ഉത്തരവ് ഇപ്പം മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നതെങ്കിൽ KPSTA ശക്തമായി ആവശ്യപ്പെടുന്നത് ഇപ്പൊ സർവീസിലുള്ള മുഴുവൻ ആളുകൾക്കും കേട്ടറ്റ് പരിധിയിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുക്കണം എന്നാണ്. ഇപ്പൊ 2017 കേന്ദ്ര ഗവൺമെന്റാണ് ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തി അതിന്റെ മുകളിൽ വന്നിട്ടുള്ള അപ്പീലുകളുടെ മേൽ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. അപ്പൊ ആ രീതിയിൽ വന്നിട്ടുള്ള ഈ കേട്ടറ്റിന്റെ ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടി KPSTA 5ഓളം കേസുകൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലെ ഈ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ MP-മാരോടും സംസാരിച്ചത് പാർലമെന്റിൽ ഉന്നയിക്കാനും ഇത് പാർലമെന്റിൽ ഒരു നിയമനിർമ്മാണം നടത്തി ഇതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് അധ്യാപകരോട് ഒരു ദയവും കാണിക്കാൻ തയ്യാറായിട്ടില്ല. റിവ്യൂ പെറ്റീഷൻ തന്നെ ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇപ്പൊ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം അതിന് വലിയ വിദ്വേഷം അല്ലെങ്കിൽ രോഷം അധ്യാപകരുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്രയും കാലം വൈകിട്ട് ഇപ്പൊ അപ്പീൽ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും സർക്കാർ ആലോചിക്കും. ഈ സർക്കാർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അധ്യാപകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യാപകരുടെ നിയമന അംഗീകാരം, കേരളത്തിൽ അലീന ബെന്നി എന്ന് പറയുന്ന ഒരു ടീച്ചർ 6 വർഷം വർക്ക് ചെയ്തിട്ട് 1 മാസത്തെ ശമ്പളം പോലും അവർക്ക് ലഭിക്കാതെയാണ് 1 മുളം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചത്. ഇവർ നേരത്തെ 10 വർഷം മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് NBS മാറ്റി ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തരാം എന്ന്. 10 വർഷം കഴിഞ്ഞിട്ടും പല സംസ്ഥാന ഗവൺമെന്റുകളും NBS മാറ്റി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നിട്ടും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങൾ ചെയ്യുക. നേരത്തെ ഇവർ പറഞ്ഞിട്ടുള്ള വേറൊരു മുദ്രാവാക്യം വളരെ രസകരമായിട്ടുള്ളത് NEP-ക്കെതിരായിട്ട്, കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് സമരം ചെയ്യുന്നു എന്നാണ്. എന്നാൽ ഇപ്പോ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ യാതൊരു പ്രത്യയശാസ്ത്രത്തിന്റെയോ നിലപാടിന്റെയോ ഒന്നും പ്രശ്നമില്ലാതെ കുറച്ച് പൈസ കിട്ടാനുണ്ട്, അതുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ കേന്ദ്രത്തിനോട് പരമാവധി ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ നിയമങ്ങൾ, കേന്ദ്രം പറഞ്ഞിട്ടുള്ളതോ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതോ ആയ ആനുകൂല്യങ്ങൾ പോലും ജീവനക്കാർക്ക് നൽകാതെ, അധ്യാപകർക്ക് നൽകാതെ അത് വലിയ മാരണ ഉത്തരവാക്കി ഇറക്കി അവരുടെ ആനുകൂല്യങ്ങളും പ്രൊമോഷനും ഒക്കെ തടയാനാണ് കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് KPSTA കേന്ദ്ര ഗവൺമെന്റിനെതിരായും സംസ്ഥാന ഗവൺമെന്റിനെതിരായും നിരന്തരമായ പോരാട്ടത്തിലാണ്. ആ പോരാട്ടം വിജയിക്കാത്ത പക്ഷം നിയമപരമായ പോരാട്ടങ്ങളിലൂടെ ഈ ടെറ്റ് യോഗ്യത നേടിയിട്ടില്ലാത്ത അധ്യാപകരെ, സർവീസിലുള്ളവരെ സംരക്ഷിക്കാൻ KPSTA
ചെയ്യാവുന്നതൊക്കെ ചെയ്യും എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം 2 മാസം കൂടിയുള്ള തെരഞ്ഞെടുപ്പിന്, അപ്പം സർക്കാർ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു അപ്പീൽ പോകുന്നത് ഇതിന്റെ ഒരു ബേർഡൻ വരുന്ന സർക്കാരാണ് അവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ്. ഏതായാലും സമയബന്ധിതമായി ഈ കാര്യം സെപ്റ്റംബർ 13-ന് സുപ്രീം കോടതി വിധി വരുന്നു. ആ ഒരു മാസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായ സമയത്ത് ആ അപ്പീൽ കൊടുത്തിട്ടില്ല. ഇനി ഇത് കോടതി പരിഗണിച്ച് അതിന്റെ സമയപരിധിയൊക്കെ ആക്കി നീക്കിയതിനു ശേഷം മാത്രമേ സുപ്രീം കോടതി ഇത് പരിഗണനയ്ക്കെടുക്കൂ. ഒരു കാര്യം ഉറപ്പാണ്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇത്ര വലിയ പരാജയം ഉണ്ടായത് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ രോഷത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതാ റിവ്യൂ പെറ്റീഷന് പോകാൻ വേണ്ടി എല്ലാ അധ്യാപക സംഘടനകളും ഏതാണ്ട് ഇതിനെതിരായിട്ട് സർക്കാരിനെതിരായിട്ട് പ്രതികരിക്കാനൊക്കെ തുടങ്ങിയതോടുകൂടി നിലനിൽപ്പില്ലാതെയാണ് ഇപ്പോൾ സർക്കാർ ഈ റിവ്യൂ പെറ്റീഷന് പോയിരിക്കുന്നത്. ഏത് സർക്കാരായാലും, മാറി വരുന്ന സർക്കാർ ഏതായാലും ശരി, ഈ അധ്യാപകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി UDF ഗവൺമെന്റ് ആണെങ്കിൽ UDF ഗവൺമെന്റ് മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റും ഉറപ്പ് തന്നിട്ടുണ്ട്. ആ രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങളുമായി KPSTA മുന്നോട്ട് പോകും. ഏതായാലും ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പോലെ ഒരു വഞ്ചനയുള്ള സർക്കാരായിരിക്കില്ല തുടർന്ന് വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.